أعوذ بالله من الشيطان الرجيم الشمس تجري لمستقر لها ذلك تقدير العزيز العليم. അങ്ങനെ സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സദീസാണ് ഖുതുബ ഓതിയത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ മതത്തിൻ്റെ മഹാസിനുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഖുതുബയെ ആരംഭിച്ചത്. ഇസ്ലാമിൻ്റെ ഈ നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകത, മനുഷ്യരാശിക്ക് ആസകലം എല്ലാ നന്മകളും അവർക്ക് ആവശ്യമുള്ള എല്ലാം അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരിവിടെ സുഖത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഒരു മതമാണ് ഈ നമ്മുടെ കൂടെയുള്ള നാം പിൻപറ്റുന്നതായ ഈ വിശുദ്ധ മതവും ആദർശവും. ഈ ആദർശവും മതവും യഥാർത്ഥത്തിൽ ഒരിക്കലും ഭൗതിക ജീവിതത്തിന് ഘടകവിരുദ്ധമായിട്ടോ ഏറ്റുമുട്ടുന്നത് ആയി മാറുന്നതല്ല. കാരണം ഫിത്രത്തിന്റെ മതമാണ് നാം സാധാരണ പറയാറുള്ളത് പോലെ മനുഷ്യ സഹജമായി മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള എല്ലാം ഈ ഖുർആനിലൂടെ, ഈ സുന്നത്തിലൂടെ, ഈ ദൂതരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഇറക്കിക്കൊടുത്തതും പരിചയപ്പെടുത്തി കൊടുത്തതും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തതുമായ ഒരു മതമാണിത്. അതുകൊണ്ട് തന്നെ ഈ മതത്തെക്കുറിച്ച് ശരിക്ക് പഠിക്കുന്നവർക്ക് ഇതിൽ പ്രയാസമില്ല, കെട്ടിക്കെടുപ്പില്ല, ബുദ്ധിമുട്ടില്ല എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ മതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. നാം ഈ മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവരും ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആഴത്തിലിറങ്ങി പഠിക്കുകയാണെങ്കിൽ ആ മതത്തിന്റെ നന്മ മാത്രമേ അവർക്ക് കാണുകയുള്ളൂ, തിന്മ അതിൽ ഇല്ലേ ഇല്ല. കാരണം അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ച സൃഷ്ടാവിന് സൃഷ്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോവുകയില്ലല്ലോ. അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ. സൃഷ്ടികൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്നത് സൃഷ്ടാവായ റബ്ബിന് അറിയും. എന്നതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള, അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള, അവർക്ക് പരലോകമോക്ഷത്തിന് ആവശ്യമുള്ള, അവരിവിടെ ജീവിക്കാൻ അനിവാര്യമുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുക്കുകയും അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയും അവർക്ക് സൃഷ്ടിച്ചുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുക. ഈ ഇസ്ലാമിന്റെ മൂലാധാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുക. ഈ മതം ലോകത്തിന് നൽകിയതായ സമ്മാനങ്ങളിൽപ്പെട്ടതാണ്. അത് ഐക്യത്തിന്റെ മതമാണ്. ലോകത്തിൽ മനുഷ്യരാശിയെ ഐക്യത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടി, ഐക്യത്തിൽ കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഈ മതം ഇറക്കിയത്. അതുകൊണ്ട് ഈ മതം ആദം അലൈഹിസ്സലാം വന്നയിട മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വരേക്കും ഈ മതത്തെക്കുറിച്ച് പഠിച്ചവർ അഥവാ തൗഹീദ് ഉൾക്കൊണ്ടവർ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നില്ല. കാരണം അവർ ആരാധനയിൽ ഒരേ ലക്ഷ്യമാകുന്ന റബ്ബിനെയാണ് അവർ സ്വീകരിച്ചത്. അള്ളാഹുലേക്ക് മാത്രം ആരാധന സമർപ്പിക്കുക എന്നതും, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നതും, അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുക എന്നതും അവരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു നിലക്കും പ്രയാസമില്ലാതെ, ഭിന്നിപ്പില്ലാതെ, കനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യരാശി ആസകലം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ്, ഫഖ്തലഫു, അവർ പിന്നെ ഭിന്നിക്കുകയുണ്ടായി. എന്തിലൂടെ? ആദർശത്തിൽ കൂടി ഭിന്നിപ്പ് അവരിൽ നിന്നിട്ട് ഉടലെടുത്തു. അപ്പോഴാണ് അവരുടെ ഇടയിൽ പിന്നെ പ്രയാസമുണ്ടായതും പ്രശ്നമുണ്ടായതും. ആ പ്രയാസവും പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി ദൂതന്മാരെയും നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതും. അതുകൊണ്ട് തന്നെ ഈ മതം നന്മയുടെ മതമായതുകൊണ്ട് ആ നന്മയിൽ പ്രധാനപ്പെട്ട നന്മയാണ് ഐക്യമെന്ന് നാം പറഞ്ഞല്ലോ. അതുപോലെ ഈ മതം ജനങ്ങൾക്ക് നൽകിയത് ശാന്തിയാണ്, സമത്വമാണ്, സമാധാനമാണ്, സഹോദര്യത്വമാണ്, സഹിഷ്ണുതയാണ്, ആത്മോത്കർഷതയാണ്, ആത്മാനുഭൂതിയാണ്. മാതൃകാപരമായ ഈ നിലക്കുള്ളതായ ജീവിതത്തെ ജനങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ദൂതന്മാരെല്ലാം വരാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിഷേധ നേതാവായ കണ്ണായ കരളായ ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നാട്ടിലന്ത്യ വിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ അള്ളാഹു പറയാൻ കാരണം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹു
അള്ളാഹുവിന്റെ ദൂതരിൽ നല്ല നല്ല മെച്ചപ്പെട്ട മാതൃകയുണ്ട്. അപ്പോൾ സാധാരണ വ്യക്തിയല്ല നിങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്നിട്ട് അള്ളാഹു സെലക്ട് ചെയ്തതായ വ്യക്തി നിങ്ങൾക്ക് അദ്ദേഹം മാതൃകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, സമീപനത്തിൽ, ഇടപാടുകളിൽ, പെരുമാറ്റത്തിൽ, അനക്കത്തിൽ, ചലനത്തിൽ, ആട്ടത്തിൽ, സ്വഭാവത്തിൽ എല്ലാം ആ ദൂതരായ, ആ മഹാനായ, നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മുടെ ഹൃദയമായ, കണ്ണായ, കരളായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളതായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മാതൃകാപരമായ ജീവിതം മദീനയിൽ തുടങ്ങിവെച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതായ മറ്റു മതസ്ഥരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആഖാത്ത് നടത്തുകയുണ്ടായി. അഥവാ മുസ്ലിങ്ങളുടെ ഇടയിലും മറ്റു മതസ്ഥരുടെ ഇടയിലും ഐക്യമുണ്ടാക്കാൻ വേണ്ടിയുള്ളതായ നിബന്ധനകൾ ഇവിടെ വരഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൽ കൂടി ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രയാസമില്ലാത്ത, പ്രശ്നമില്ലാത്ത, കുഴപ്പമില്ലാത്ത, അപകടമില്ലാത്ത, ഭിന്നിപ്പില്ലാത്ത ജീവിക്കാനുള്ളതായ മാർഗങ്ങൾ അവർക്ക് വരഞ്ഞു കൊടുത്തു. അപ്രകാരം തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ തമ്മിൽ ഒരു വിഭാഗം മക്കയിൽ നിന്നിട്ട് വന്നവരല്ലേ, മറ്റൊരു വിഭാഗം മദീനക്കാരല്ലേ. അപ്പോൾ തക്കറ് വടക്കറ് എന്ന പേരിൽ ഒരു ഭിന്നിപ്പ് അവരുടെ ഇടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിലും അള്ളാഹുവിന്റെ റസൂല് മുആഖാത്ത് ഉണ്ടാക്കി. അങ്ങനെ എല്ലാ നിലക്കും ആ സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ മുമ്പിൽ വരഞ്ഞു കൊടുത്തതായ ആ ലൈന് അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനയാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ ഹബിലിനെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു പിടിക്കുക. ഒരേ അള്ളാഹുവിന്റെ പിടികയറിന്റെ ബേക്കിൽ നിങ്ങൾ അണിനിരക്കുക. ആ പിടികയർ എന്താണ്? ഹബിലില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹിന്റെ പിടികയറാണ്, ആരുടേതുമല്ല. അപ്പോൾ അവിടെ ഒറ്റൊരു പിടികയർ മാത്രമേ ഉള്ളൂ. അതാണ് തൗഹീദ്, അതാണ് ഏകദൈവ വിശ്വാസം. അപ്പോൾ ലക്ഷ്യമൊന്നായിരിക്കലും ഉദ്ദേശമൊന്നായിരിക്കലും മുന്നിടുന്നത് അതേ റബ്ബിലേക്കായിരിക്കലും ആ റബ്ബ് സ്ഥാപിച്ചതായ ആ വിശുദ്ധ കാബയിലേക്കായിരിക്കലും എല്ലാവരെയും ആ തത്വത്തിലൂടെ, ആ ആദർശത്തിലൂടെ, ആ വിശ്വാസത്തിലൂടെ അവരെല്ലാം യോജിപ്പിക്കാൻ വേണ്ടി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അയച്ചതായ ആ ആയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ആ ഭിന്നിപ്പിനെ അറുതി വരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചു. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. ഭൂമിയിലുള്ളത് സർവ്വതും ചെലവഴിച്ചാൽ, എത്ര അശാന്ത പരിശ്രമം നിങ്ങൾ നടത്തിയാൽ അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അള്ളാഹുവാണ് അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐക്യമുണ്ടാക്കാൻ വേണ്ടിയുള്ളതായ മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മാനദണ്ഡം അനുസരിച്ചിട്ട് ജീവിക്കാൻ, അഥവാ അള്ളാഹുവിന്റെ ഹബിലിനെ പിടിച്ച് ജീവിക്കാൻ, ഹബിലിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് ജീവിക്കാൻ, ഐക്യത്തോടു കൂടി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഐക്യമുണ്ടായി, അവരുടെ ഇടയിൽ സഹോദര ബന്ധമുണ്ടായി. അങ്ങനെ സാഫിയായ, ക്ലിയറായ അഖീദയാണ് ഈ ഐക്യമുണ്ടാക്കുന്നതിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂല് അവിടെ വരഞ്ഞു കൊടുത്തതായ ആ മഹാതത്വം. അതാണ് ഹബിലില്ല എന്ന് അള്ളാഹു പറഞ്ഞതായ തത്വം. അപ്പോൾ ഈ ഐക്യമുണ്ടാവേണ്ടത് എന്തെങ്കിലും പേരിലല്ല, പല പേരിലും പല വിഭാഗങ്ങളും ഐക്യമുണ്ടാക്കുന്നുണ്ട്. ഒരു നാട്ടുകാരെന്ന പേരിൽ, അവ തെക്കരെന്ന പേരിൽ, ഇവന് വടക്കരെന്ന പേരിൽ, അല്ലെങ്കിൽ ഇവര് ഇന്ന് ആദർശക്കാരെന്ന പേരിൽ ഇല്ല. ഓരോ രൂപത്തിലുള്ളതായ തത്വങ്ങളും ആദർശങ്ങളും വെച്ചു പുലർത്തുന്ന വിഭാഗം അങ്ങനെയുള്ള ആദർശത്തിലൂടെയോ തത്വങ്ങളിലൂടെയോ ഖുർആനുമായി സുന്നത്തുമായി ബന്ധമില്ലാത്ത, തൗഹീദുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ അതിലൂടെ ഐക്യമുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. ഐക്യം ഒന്നിലൂടെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഐക്യം അതെന്തിലൂടെയാണ്? ഹബിലില്ലയുടെ ബാക്കിൽ കൂടുക എന്നതായ, അള്ളാഹുവിന് മാത്രം ആരാധനയാവുക, അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് തൗഹീദ്. അതാണ് മക്ക ഇമാം പറയും പോലെ നമുക്ക് അള്ളാഹു ചെയ്തു തന്നതായ വലിയ നിഅമത്താണ് നമ്മെ ഐക്യത്തിലേക്ക് തെളിക്കാൻ വേണ്ടി, നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ അണിനിരത്താൻ വേണ്ടി അള്ളാഹു വെച്ചതായ ലൈന് തൗഹീദിലൂടെയാണ്. ആ തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഓരോ സഹാബിയും, ലക്ഷത്തോളം വരുന്നതായ സഹാബാക്കൾ ഇവിടെ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ ജാഹിലിയത്തിനോട് അവർ വിടവാങ്ങി. അവരുടെ എല്ലാ ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പേറിയിരുന്നതായ, ഉൾക്കൊണ്ടിരുന്നതായ ആ തത്വങ്ങളെയും ആദർശങ്ങളെയും അനാചാരങ്ങളെയും തോന്നിവാസങ്ങളെയും വിദഅത്തുകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം അവർ അതിനോട് വിടവാങ്ങി. അങ്ങനെ അവർ തൗഹീദിലൂടെ അവർക്ക് സംരക്ഷണം നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലും തൗഹീദിലൂടെ മാത്രമേ, അഖീദയിലൂടെ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ ഐക്യമുണ്ടാക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
അപ്പോൾ മുസ്ലിങ്ങളിൽ ഐക്യമുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പരിശ്രമിക്കേണ്ടത് തൗഹീദിൽ ഏകീകരിക്കാൻ വേണ്ടിയാണ് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. ജനങ്ങൾ എന്നിട്ട് പലരും ശ്രദ്ധിക്കാത്തതായ ഒരു കാര്യമാണ് ഈ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ഗാബ അൻ കതീരി മിനൻ നാസി എന്നാണ് മക്ക ഇമാം ഉപയോഗിച്ചതായ ശൈലി. ജനങ്ങൾ എന്നിട്ട് പലരും മനസ്സിലാക്കാത്ത ഒന്നാണ്. ആദർശം ക്ലിയർ അല്ലെങ്കിൽ ഏകീകരിക്കാൻ പറ്റുന്നതല്ല. ഹൃദയങ്ങളുടെ ഇടയിൽ പരസ്പരം അള്ളാഹു പറഞ്ഞതുപോലെ വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അവരുടെ ഇടയിലുള്ളതായ ഐക്യത്തെ അള്ളാഹുവാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്തിലൂടെ? തൗഹീദിലൂടെ, ഏകദൈവ വിശ്വാസത്തിലൂടെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ബാക്കിൽ അണിനിരക്കേണ്ടി വരും. അത് രണ്ടാമതായിട്ട് മക്ക ഇമാം പറഞ്ഞതായ നിബന്ധന. അത് ഖുർആൻ പറയുന്ന നിബന്ധന, അത് ഹദീസ് പറയുന്ന നിബന്ധന, അത് ഇസ്ലാം വരച്ചതായ ലൈനാണ്. ആദ്യമായിട്ട് തൗഹീദ് അംഗീകരിക്കുക. രണ്ടാമതായിട്ട് ആ തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ പേരാണ് ഇത്തിബാ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടാനുസരണം ആ സ്നേഹം പ്രകടമാക്കേണ്ടതല്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ജന്മദിനാഘോഷത്തിലൂടെയോ മരണദിനാഘോഷത്തിലൂടെയോ ഘോഷയാത്രയിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മിൽ നിന്നിട്ട് പലരും അറിവില്ലാത്തവർ കാട്ടുന്നത് പോലെ പല പേക്കൂത്തുകളും തോന്നിവാസങ്ങളും വിപ്ലവങ്ങളും അനാചാരങ്ങളും കാട്ടുന്നത് പോലെ ആ രൂപത്തിലല്ല റസൂലുള്ളാഹിയെ പിന്തുടരേണ്ടത്. റസൂല് വരച്ച ലൈനിൽ കൂടിയാണ്. റസൂൽ ഏത് രൂപത്തിലാണ് നമുക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, നോമ്പ് നോക്കാൻ പഠിപ്പിച്ചത്, സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിച്ചത്, വ്യക്തി ജീവിതം പഠിപ്പിച്ചത്, സാമൂഹിക ജീവിതം പഠിപ്പിച്ചത് എന്ന് മാത്രമല്ല റസൂലുള്ളാഹിയെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ലോകത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും സ്നേഹം എങ്ങനെ ഉണ്ടാക്കണം, മഹാത്മാക്കളെ എങ്ങനെ സ്നേഹിക്കണം, സാലിഹ്യങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, ഔലിയാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, അമ്പിയാക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണം, മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, ഇതെല്ലാം ഖുർആൻ വരഞ്ഞ ലൈനനുസരിച്ച്, ഹദീസ് വരഞ്ഞ ലൈനനുസരിച്ച് ജീവിച്ചാലല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഹൃദയത്തിന് സമാധാനം തോന്നുന്ന രൂപത്തിൽ നാം ഘോഷയാത്ര ഉണ്ടാക്കിയിട്ടോ, നാം ശബ്ദ കോലാഹലം ഉണ്ടാക്കിയിട്ടോ, നാം കുറെ ബിരിയാണി ഉണ്ടാക്കി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഹലാവ ശേഖരിച്ച് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ശേഖരിച്ച് അത് വിതരണം ചെയ്തിട്ട് ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കിയാലോ അത് യഥാർത്ഥത്തിൽ അള്ളാഹു അംഗീകരിക്കുന്ന രൂപത്തിലുള്ളതായ ഐക്യത്തിലേക്കുള്ളതായ ലൈനായി മാറുന്നതല്ല, ഐക്യത്തിലേക്കുള്ളതായ മാർഗമായി മാറുന്നതല്ല. കാരണം റസൂൽ വരഞ്ഞ ലൈനല്ലാത്തത് കൊണ്ട്, റസൂൽ പഠിപ്പിച്ച ലൈനല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ കാരണം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾ സ്ഥാപിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുസരിക്കുക. ആരെ? റസൂലിനെ. ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണം. അവരനുസരിക്കണമെങ്കിൽ അവരുടെ ജീവിതം പഠിക്കണം. അവരുടെ ജീവിതത്തിൽ ജന്മദിന ആഘോഷം കൊണ്ടാടിയിട്ടുണ്ടോ, ബർത്ത്ഡേ കൊണ്ടാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം അവരുടെ എല്ലാം ഇൽമ് പഠിച്ചതായ നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരിപൂർണ്ണ ഇത്തിബാ, പിന്തുടർച്ച കൈക്കൊള്ളാൻ നമുക്കതിലൂടെ സാധിക്കും. അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അനാചാരങ്ങൾ വെടിയാനും വിദഅത്തുകൾ ഒഴിവാക്കാനും അള്ളാഹു വെറുത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും അള്ളാഹു ഇഷ്ടപ്പെട്ട റസൂൽ ചെയ്തതായ കാര്യങ്ങൾ ചെയ്യാനും നമ്മെ അത് പ്രേരിപ്പിക്കും. അവിടെ നാം ബഹുഭൂരിപക്ഷത്തിന് നോക്കേണ്ടി വരികയില്ല. ബഹുഭൂരിപക്ഷം എന്ത് കാട്ടിയെന്ന് നോക്കേണ്ടി വരികയില്ല. നോക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഉണ്ടാവുന്നതല്ല. നമ്മുടെ നിർബന്ധം അപ്പോൾ ഇത്തിബാഉ റസൂൽ ആണ് നമ്മുടെ നിർബന്ധമെങ്കിൽ അപ്പോൾ റസൂൽ എന്ത് ചെയ്തു എന്നറിയാനായിരിക്കും നാം നിർബന്ധം പുലർത്തുക. റസൂൽ എന്ത് പ്രവർത്തിച്ചു എന്നറിയാനായിരിക്കും നാം നിർബന്ധം പുലർത്തുക. എന്തുകൊണ്ട്? അള്ളാന്റെ സ്നേഹം കിട്ടണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം സമ്പാദിക്കുകയും വേണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം മക്ക ഇമാം പ്രത്യേകിച്ച് റസൂലുള്ളാഹിയോടുള്ളതായ മഹബത്ത് ഞങ്ങൾ സ്ഥാപിക്കുന്നവരും ഞങ്ങൾ അത് പ്രവർത്തിക്കുന്നവരും ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്തുതികീർത്തനങ്ങൾ പറയുന്നവരും അതിനെ എതിർക്കാത്തവരുമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ സാധാരണ ഒരു വ്യക്തിത്വമാണ് എങ്കിലും അതേ സമയത്ത് ഒരു മനുഷ്യനാണ് എങ്കിലും നമ്മെ പോലത്തതായ മനുഷ്യനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകിയതായ റിസാലത്ത് നൽകിയതായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ വ്യത്യസ്തമായി എന്ന അർത്ഥത്തിൽ അപ്പോൾ റസൂലുള്ളാഹി സാധാരണ വ്യക്തിത്വമാണ് എന്ന് പറയുന്നവരല്ല സൗദി അറേബ്യക്കാര്, സൗദി അറേബ്യൻ പണ്ഡിതന്മാര്, സലഫു സാലിഹ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ഉടമയാണ്, റിസാലത്തിന്റെ ഉടമയാണ്. മനുഷ്യരിൽ നിന്നിട്ട് ആ വിഷയത്തിൽ വ്യത്യസ്തമായ വ്യക്തിയാണ്. മനുഷ്യ സഹജമായ രോഗം അവർക്കുണ്ടാവാം, മനുഷ്യ സഹജമായി വരാറുള്ളതായ വീഴ്ച അവരിലുണ്ടാവാം, അഥവാ അവർക്ക് മറവി ഉണ്ടാവാം, അതെല്ലാം അവർക്കുണ്ടാവാം. അവര് നമ്മെപ്പോലെ മൂക്കുള്ള, കണ്ണുള്ള, നാവുള്ള, കാതുള്ള മനുഷ്യനായിരുന്നു. ആ രൂപത്തിൽ ഖുൽ ഇന്നമാ അന ബശറും മിഥ്ലുക്കും
കേൾക്കും. പക്ഷെ യുഹാ ഇലയ്യ, എനിക്ക് വഹി നൽകുന്നുണ്ട്, നിങ്ങൾക്ക് വഹിയില്ല. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഞാൻ വ്യത്യസ്തനായി, അഥവാ എനിക്ക് മുഇസ്സത്തുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ റിസാലത്ത് ഇവിടെ സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകാത്തതായ മുഇസ്സത്ത് അല്ലാഹു എനിക്ക് നൽകുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെപ്പോലെ മനുഷ്യ സഹജമായിട്ട് നിങ്ങൾക്ക് മറിഞ്ഞത് അറിയില്ല, എനിക്കും മറിഞ്ഞത് അറിയില്ല. എനിക്കല്ല മറിഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു തരുന്നത് മാത്രമേ അറിയുകയുള്ളൂ, അല്ലാത്തത് അറിയുകയില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രത്യേകതകളും ഇന്നാ ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, ഈ മുഹമ്മദ് നബി കൊണ്ടുവന്നതായ ഈ മതത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നതായ ഉമ്മത്തിനെ മധ്യനില അംഗീകരിക്കുന്നവരായ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചതായ ശൈലിയാണ് തീവ്രതയില്ലാത്ത, ഭീകരതയില്ലാത്ത, ഐക്യത്തോടുകൂടി ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതായ ആ നേതാവായതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് സകലം അനുഗ്രഹീത വ്യക്തിത്വമായിട്ടാണ്, അനുഗ്രഹീത മനുഷ്യനായിട്ടാണ് നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹു റസൂലാകുന്ന ആ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ലോകത്ത് പ്രകടമാക്കിയത് ഈ ഖുർആനാകുന്ന ഈ വിശുദ്ധ ലോകാത്ഭുത ഗ്രന്ഥമായ ആ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഇസ്സത്തായിട്ട് അവർക്ക് നൽകുകയും അത് ഖിയാമത്ത് നാൾ വരെ അതിനെ നിലനിർത്തുകയും ചെയ്തു. ആ മുഇസ്സത്താണ് ലോകം കണ്ടിപ്പോൾ ലോകം കണ്ട് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നതായ മുഇസ്സത്ത്. ആ മുഇസ്സത്താണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് വേണ്ടി സമർപ്പിച്ചതായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതായ മുഇസ്സത്ത്. അത് ലോകാത്ഭുത ഗ്രന്ഥമായ ഖുർആനാണ്. അപ്പോൾ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തായിട്ട് നിയോഗിക്കപ്പെട്ടതായ ദൂതരാണെന്ന് നാം പഠിക്കുമ്പോൾ ആ റഹ്മത്തിന്റെ കഷ്ണമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹു നൽകിയതായ ആ സ്വഭാവത്തിൽ കൂടി അത് പ്രകടമാക്കിയതായിട്ട് കാണാം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹാസ്വഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ എന്ന് റസൂലുള്ളാഹിയോട് അള്ളാഹു പറയുകയുണ്ടായി. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, നിങ്ങൾക്ക് ഞാൻ മഹാശ്രേഷ്ഠത, മഹാബഹുമതി, മഹാഫദ്ല് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയുണ്ടായി. അങ്ങനെയുള്ളതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ വളർന്നതായ ആ നമ്മുടെ നേതാക്കളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആദ്യത്തെ വ്യക്തിത്വമായ ഖദീജയെ തന്നെ നോക്കിയാൽ നമുക്കറിയാം. പറഞ്ഞതായ വാക്ക് ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ ചർച്ചബന്ധം ചേർക്കുന്ന ആളല്ലേ, നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരവും സഹായവും ചെയ്യുന്ന വ്യക്തിയല്ലേ, നിങ്ങൾ പ്രയാസങ്ങൾ നീക്കുന്ന വ്യക്തിയല്ലേ, നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തിയല്ലേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നന്മകൾ ചെയ്യുന്നതായ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് അല്ല മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാർ ഹിറായിൽ നിന്നിട്ട് ജിബ്രീലിനെ കണ്ടതായ സന്ദർഭത്തിൽ, അത്ഭുത ശക്തിയെ കണ്ടതായ സന്ദർഭത്തിൽ അവർ പേടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ സമാധാനിപ്പിച്ചതായ ശൈലി നാം ഖദീജയിൽ കണ്ടത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ ആ ശിക്ഷണമാണ്, റസൂലുള്ളാഹിന്റെ സമീപനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ ഖുലുഖാണ്, സ്വഭാവമാണ്. ഇങ്ങനെയുള്ളതായ പ്രത്യേകതകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയത് എന്തിനു വേണ്ടിയാണ്? അതിലൂടെ അവരിലൂടെ നമുക്ക് മാതൃക കണ്ടെത്തുവാനും ആ മാതൃക കണ്ടെത്തിയിട്ട് അവർ ജീവിച്ചതുപോലെ ജീവിക്കുവാനും അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാനും അവര് എത്തിച്ചതുപോലെ എത്തിക്കുവാനും അവർ സേവിച്ചതുപോലെ ഇസ്ലാമിന് വേണ്ടി, ഈ മതത്തിന് വേണ്ടി സേവിക്കുവാനുമുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂല് കാണുമ്പോഴെല്ലാം ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി പറയും പോലെ റളിയല്ലാഹു തആല അൻഹു, റസൂല് പുഞ്ചിരിച്ചിട്ടല്ലാതെ സംസാരിച്ചിട്ടേ ഇല്ല, എന്നെ കാണുമ്പോഴെല്ലാം പുഞ്ചിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങുമിങ്ങും പുഞ്ചിരിക്കലും അങ്ങുമിങ്ങും നല്ല നിലക്ക് സമീപിക്കലും നല്ല നിലക്ക് അവരുമായിട്ട് പെരുമാറലും സഹായിക്കേണ്ടവരെ സഹായിക്കലും പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ നീക്കി കൊടുക്കലും ദുനീവിയായ സർവ്വകാര്യങ്ങളിലും അവരോട് സഹകരണങ്ങൾ പങ്കിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ജീവിച്ചതായ മഹാനായ നമ്മുടെ അനുശീല നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രത്യേകത നമ്മുടെ മുമ്പിൽ പ്രകടമാക്കിയതിനെ കുറിച്ച് മക്ക ഇമാം എന്ന് പറയുമ്പോൾ ആരും തന്നെ ഇന്നത്തെ ഖുതുബ അതിന്റെ കഷ്ണം മുറിച്ചെടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കത്ത് മൗലൂദ് ഓതി എന്ന് പറയരുത്. അല്ല, നാം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഖതീബമാര്, ഇവിടെയുള്ള പണ്ഡിതന്മാര് അവര് എല്ലാ മാസങ്ങളും ഒരുപോലെയാണ് റസൂലുള്ളാഹിക്ക് മദഹ് പറയുന്ന കാര്യത്തിൽ, റസൂലുള്ളാഹിന്റെ സ്തുതികീർത്തനം പറയുന്ന കാര്യത്തിൽ, റസൂലുള്ളാഹിന്റെ പ്രത്യേകത പറയുന്ന കാര്യത്തിൽ കാണാറുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 360 ദിവസം സ്നേഹിക്കേണ്ട മഹാവ്യക്തിത്വമാണ് എന്നല്ലാതെ റബീഉൽ മാസത്തിൽ മാത്രം സ്നേഹിക്കേണ്ട വ്യക്തിത്വമല്ല. റബീഉൽ മാസത്തിൽ മാത്രമല്ല അവരെ നാം സ്നേഹിക്കേണ്ടത്, മറിച്ച് റബീഉൽ മാസത്തിൽ മാത്രം സ്നേഹിക്കുന്ന വിഭാഗം ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഇവിടെ എത്തിയിരിക്കുകയാണ്. സ്നേഹിക്കുകയല്ല, ശത്രുത പ്രകടമാക്കുകയാണ്. അവര് റോട്ടിലൂടെയും ഘോഷയാത്രയിലൂടെയും ഡാൻസ് ആടിയിട്ടും തോന്നിവാസങ്ങൾ കാട്ടിയിട്ടും മ്യൂസിക്കുകളിലൂടെയും ഹാർമോണിയങ്ങളിലൂടെയും ദഫുകളിലൂടെയും മറ്റു ഇസ്ലാം
വിരോധിച്ചതായ മാധ്യമങ്ങളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ച, കർശനമായി എതിർത്തതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം അറിഞ്ഞിട്ടോ അറിയാതെയോ പ്രകടിപ്പിക്കുന്നത്. ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ സഹായാർത്ഥനം നടത്തരുത് എന്ന് മടക്കി 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 പറഞ്ഞതായ മഹാ തൗഹീദിന്റെ ആ നെഞ്ചത്തേക്ക് കടാരി വെക്കുന്ന രൂപത്തിലുള്ളതായ സ്നേഹമാണ് അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു വിഭാഗം ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നതിന് പകരം അവർ പാട്ടിലൂടെയും പദ്യങ്ങളിലൂടെയും റോഡുകളിലൂടെ അമുസ്ലിങ്ങളുടെ മധ്യത്തിൽ ഘോഷയാത്ര നടത്തുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് പറയുകയാണ്, മക്ക ഇമാം എന്ന് പറഞ്ഞതായ ആ മഹാ തൗഹീദിന് കടക വിരുദ്ധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു വിഭാഗം സ്നേഹിക്കുന്നതും അവരുടെ സ്നേഹം സ്ഥാപിക്കുന്നതും അവരോടുള്ളതായ മഹബത്ത് സ്ഥാപിക്കുന്നതും. അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചത്, അങ്ങനെയല്ല അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പന മക്ക ഇമാം തുടക്കത്തിൽ തന്നെ ഓതി, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ ചെയ്തത് ചെയ്യുക, ഞാൻ ചെയ്യാത്തത് ചെയ്യരുത്, എന്നാലാണ് നിങ്ങൾക്ക് അള്ളാഹിന്റെ മഹബത്ത് കിട്ടുള്ളൂ, അള്ളാഹിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹിന്റെ സ്നേഹം നമുക്കില്ലെങ്കിൽ നാം എത്ര തന്നെ ആരെ സ്നേഹിച്ചാലും ഒരു പ്രയോജനമില്ലല്ലോ. അള്ളാഹ് ഇങ്ങോട്ട് സ്നേഹിക്കണം, എന്നാലാണ് നമുക്ക് നന്മയിലേക്കും വിജയത്തിലേക്കും എത്താൻ സാധിക്കൂ. അള്ളാഹിനെ സ്നേഹിക്കും പോലെ അള്ളാഹു അവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഇനത്തിൽ നാം പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ നടന്ന രൂപത്തിൽ, ജീവിച്ച രൂപത്തിൽ, ചലിച്ച രൂപത്തിൽ, പഠിപ്പിച്ച രൂപത്തിൽ, സമർപ്പിച്ചതായ ആ പ്രവർത്തന രൂപത്തിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്, നാം ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മക്ക ഇമാമ് ഇന്ന് റഹ്മത്തുല്ലിൽ ആലമീനാണ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ആ മാതൃക പുരുഷന്റെ ബേക്കിൽ, ആ മാതൃക മുമ്പിൽ സമർപ്പിച്ചതായ നേതൃത്വത്തിന്റെ ബേക്കിൽ നാം പ്രവർത്തനത്തിൽ അവരോട് പിന്തുടർന്നുകൊണ്ട് കൈകൊണ്ടുകൊണ്ട് അവരുടെ ബേക്കിൽ അണിനിരക്കണം. എന്നാലാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം സ്ഥാപിക്കേണ്ടതുപോലെ സ്ഥാപിക്കാൻ സാധിക്കുക. തോന്നിവാസം കാട്ടലിലൂടെയല്ല, ബിദ്അത്ത് ചെയ്യലിലൂടെയല്ല, അനാചാരം ചെയ്യലിലൂടെയല്ല എന്ന് മാത്രമല്ല, ഒരു വർഷത്തിലൊരു മാസം മാത്രം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം, ഒരു 12 ദിവസമോ അല്ലെങ്കിൽ 12ാം ദിവസമോ മാത്രം റബീഉൽ അവ്വലിൽ സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ട് അല്ല അല്ലാഹു റസൂലിനോടുള്ളതായ മഹബത്ത് നാം സ്ഥാപിക്കേണ്ടത്. മറിച്ച് 360 ദിവസം 12 മാസവും അല്ലാഹു റസൂലിനോടുള്ളതായ മഹബത്ത് നാം സ്ഥാപിക്കേണ്ടതും അത് നമുക്കറിയുന്ന ഭാഷയിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും, ഉള്ളത് പറയുക, ഇല്ലാത്തത് പറയാതിരിക്കുക. ഇല്ലാത്തത് വേണ്ടാത്തത് മങ്കൂസ് പോലത്തതായ നമ്മുടെ നാട്ടിലേക്ക് ഓതുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതായ നൂറുകണക്കിൽ തെറ്റുകൾ പേറുന്നതായ ഒരു മൗലൂദാണത്. അതിൽ ധാരാളം ശിർക്കൻ വാചകങ്ങളുണ്ട്, വളരെ കള്ള ഹദീസുകളുണ്ട്, നല്ല കാര്യങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണല്ലോ പിശാച് ജനങ്ങൾ വഴിപഴപ്പിക്കുമ്പോൾ വടക്ക് മാത്രം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല മുസ്ലിങ്ങൾ. അപ്പോൾ വടക്കിന്റെ കൂടെ അല്പം നല്ലത് കൂട്ടിച്ചേർക്കും. അങ്ങനെ കുറച്ച് നല്ലതും ഉണ്ടായിരിക്കാം. അതേ സമയത്ത് ധാരാളം കള്ള ഹദീസുകളും കെട്ടുകഥകളും ഉള്ളതായ മൗലൂദുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പെട്ടതാണ് മങ്കൂസ്. അങ്ങനെയുള്ളതായ ജനങ്ങൾക്ക് അറിയാത്ത ഭാഷയിലാണത് അവർ ഓതുക, ജനങ്ങൾ അറിയുന്ന ഭാഷയിൽ ഓതുകയും ഇല്ല. എന്നാൽ ഇങ്ങനെയുള്ളതായ മദ്ഹുകളെ ഇവിടെ സൗദി അറേബ്യയിൽ യഥാർത്ഥത്തിൽ ഉള്ളത് മാത്രം ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റസൂലിന്റെ മദ്ഹ് പരന്നു കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ സീറ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്, നസായിലുണ്ട്, തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യാപകമായി കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാനും അതെല്ലാം നമുക്ക് പ്രവർത്തിക്കാനും അതെല്ലാം ജനങ്ങൾക്ക് അവരറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്. ഒരു മാസത്തിലേക്ക് മാത്രം നീട്ടിവെച്ചിട്ട് ഇല്ലാത്ത കെട്ടുകഥകൾ അറിയാത്ത ഭാഷയിൽ പറഞ്ഞിട്ട് നെയ്ച്ചോറ് തിന്നിട്ടോ ബിരിയാണി തിന്നിട്ടോ ഭക്ഷണം തിന്നിട്ടോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തിട്ടോ വിട്ടുപിരിയുക എന്നത് ഇസ്ലാമല്ല, ദീനല്ല, മഹബത്തല്ല. അത് റസൂലുള്ളാഹിനുള്ളതായ ശത്രുതയാണ്, ഇസ്ലാമിനുള്ളതായ ശത്രുതയാണ് എന്നത് ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മക്ക ഇമാമ ഞങ്ങൾ ഇന്നും മദ്ഹ് പറയുന്നു. റസൂലുള്ളാഹിയോടുള്ളതായ ആ മാതൃക കൈകൊള്ളാൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നു. അത് റബീഉൽ അവ്വലിലും ചെയ്യുന്നു, റബീഉൽ ആഖിറിലും ചെയ്യുന്നു, എല്ലാ മാസത്തിലും ചെയ്യുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ആ പ്രധാനപ്പെട്ട തത്വമാകുന്ന ഏകീകരണം ഹബ്ലുള്ളാഹിന്റെ ബേക്കിൽ അണിനിറന്നുകൊണ്ടായിരിക്കണം. ഹബ്ലുള്ളാഹിന്റെ ബേക്കിൽ അണിനിറക്കുമ്പോൾ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. തൗഹീദ് ഉൾക്കൊണ്ടിട്ടായിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിറന്നുകൊണ്ടായിരിക്കണം എന്ന തത്വം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത മക്ക ഇമാമ് ഡോക്ടർ അബ്ദുറഹ്മാൻ സദയ്യിസ് ഇന്ന് ഊന്നി പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നിട്ട് നാം പാഠം പഠിക്കേണ്ടത് എന്താണ്? നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി മാറണമെങ്കിൽ അവരുടെ ജീവിതം പഠിക്കണം. ജീവിതം പഠിക്കേണ്ടതുപോലെ ആധികാരിക ഗ്രന്ഥത്തിൽ, ഖുർആൻ കഴിഞ്ഞാൽ ആധികാരിക ഗ്രന്ഥത്തിൽ പഠിക്കണം. എന്നിട്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പഠിപ്പിക്കണം. ധാരാളം കാര്യങ്ങൾ ഇന്ന് മക്ക ഇമാമ സംസാരിച്ചതിൽ നിന്നിട്ട്
വളരെ ചുരുക്കം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം നാം മദീന ഇമാം പറഞ്ഞ വിഷയത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. മദീന ഇമാം യഥാർത്ഥ സംസാരിച്ചത് ലോകത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങളും ധാരാളം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പേടകങ്ങളും മറ്റും മറിച്ചും കണ്ടുപിടിച്ചിട്ട് ചന്ദ്രനിലേക്കും ശുക്രനിലേക്കും ബുധനിലേക്കും ചൊവ്വയിലേക്കും പലയിടങ്ങളിലേക്കും പറക്കണമെന്നും പറക്കുന്നുണ്ട് എന്നും അവിടെ പോകണം, അവിടുന്ന് പഠിക്കണം, അങ്ങനെ ആഗോള ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരെല്ലാം ധാരാളം തലവകുപ്പിച്ച് പഠിച്ച് പഠനം നടത്തി ചിന്തിച്ചിട്ട് അവര് പുരോഗതിയിലേക്ക് എത്തിയെന്ന് കൊട്ടിഘോഷിക്കുന്ന യുഗത്തിൽ സ്വഭാവമായ കാര്യത്തിൽ അഖ്ലാഖിയാത്തുകളായ കാര്യത്തിൽ നീച നികർഷ ചിന്താഗതികൾ തന്നെ ഇന്നും പുരോഗതി പ്രാപിച്ച നാടുകളും നാട്ടിൽ ജീവിക്കുന്നവരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനവും ഇന്നും അവർക്ക് ഇസ്സത്തിലേക്ക് അഭിമാനത്തിലേക്ക് നല്ല ജീവിതത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം മൻകാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ലക്ഷ്യം ഭൗതികമായിട്ട് ഉയരണം, ഭൗതികമായിട്ട് പുരോഗതി പ്രാപിക്കണം എന്നത് മാത്രമാണെങ്കിൽ അവരുടെ ആ പരിശ്രമ ഫലം നാം അവർക്ക് നൽകുന്നതാണ് എന്ന് അല്ലാഹു ഏറ്റെടുത്തതാണ്. അവരൊരു പക്ഷേ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചാൽ കുറെ കോടികൾ ചെലവഴിച്ചാൽ ആ കോടികൾ അവർക്ക് നഷ്ടപ്പെടുമെന്നല്ലാതെ അവർക്ക് എത്താൻ പറ്റിയതായ ലക്ഷ്യം എന്താണ്, അവർ എത്തിയതായ റിസൾട്ട് എന്താണ്, അവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. ഖുർആൻ തന്നെ സൂചിപ്പിച്ചതല്ലേ, ഇവിടുന്ന് അല്പം മീതെ കയറുമ്പോൾ ഓക്സിജൻ ഇല്ലാത്ത താമസിക്കാൻ പറ്റൂല, ഓക്സിജൻ ഇല്ലാത്ത ജീവിക്കാൻ പറ്റൂല. അവർ ആ റിസൾട്ടിലേക്ക് എത്തിയത് അതിന് ചന്ദ്രനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അതിന് പേടകമാക്കേണ്ട ആവശ്യമുണ്ടോ, ഫദായിലേക്ക് പറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർ ഇവിടെ എന്തിനാണ് ഈ ഭൂമിയെ അള്ളാഹ് സൃഷ്ടിച്ചത്, ഈ ഭൂമിയിലുള്ളവരെ സൃഷ്ടിച്ചത്? ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചാൽ തന്നെ അവർക്ക് കോടാന കോടി കൊല്ലം ജീവിക്കാൻ പോകുന്നതായ പുതിയ ലോകം, നാം കാണാത്ത ലോകം, നാം ഇപ്പോൾ ചിന്തിച്ചാൽ എത്താത്ത ലോകം, നമുക്ക് ഹൃദയത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത ലോകം, ആ സ്വർഗ്ഗലോകത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. അവിടേക്ക് നിങ്ങൾ ചെല്ലുക, അതിനുവേണ്ടി മെനക്കെടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതാണ് അല്ലാഹ് പറയുന്നത്, മൻകാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അവരെത്ര ആശാന്ത പരിശ്രമം ഈ ശാസ്ത്രജ്ഞന്മാര് പ്രവർത്തിച്ചാൽ അവരുടെ പ്രവർത്തനത്തിനുള്ള ഫലം അവർക്ക് നാം ഭൂമിയിൽ കാണിച്ചു കൊടുക്കും. അതിൽ അവർക്ക് നഷ്ടമുണ്ടാകുന്നതല്ല. ഉലൈകല്ലദീന, ആ വിഭാഗം അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരുടെ പഠനത്തിലൂടെ, അവരുടെ ഗവേഷണത്തിലൂടെ, അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ, അവരുടെ കണ്ടുപിടുത്തത്തിലൂടെ അള്ളാഹുവിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് അവർ പഠിക്കാൻ സാധിച്ചില്ല. ആ നാഥൻ ഇവിടെ ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, ദൂതന്മാരെ ഇറക്കിയിട്ടുണ്ട്, ഒരു മതത്തെ ഇറക്കിയിട്ടുണ്ട്, അതിന്റെ ബേക്കിൽ അണിനിരക്കേണ്ടതുണ്ട് എന്ന തത്വത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ഈ ലോകം കഴിഞ്ഞാൽ വേറെ ലോകം വരാൻ പോകുന്നുണ്ട്. ഖുർആൻ സ്ഥാപിക്കുന്ന ലോകമാണ്, അതിന്റെ പേരാണ് പരലോകം. ആ പരലോകത്തിൽ അവർക്ക് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമില്ല. ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ വഹബിത മാ സനഉ ഫീഹാ, ഭൂമിയിൽ അവർ ചെയ്തതായ എല്ലാ ഗവേഷണവും എല്ലാ പഠനവും എല്ലാ ആശാദ പരിശ്രമവും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒബാത്തിലും മാക്കാനു യാമലൂൻ, അവർ ചെയ്തതായ സർവ പ്രവർത്തനങ്ങൾ, സർവയത്നങ്ങൾ, സർവ കണ്ടുപിടുത്തങ്ങൾ അതെല്ലാം ബാത്തിലായി പോകുന്നതാണ്, നാമാവശേഷിപ്പൊഴുത്തു പോട്ടു പോകുന്നതാണ്, പ്രയോജനമില്ല. അതേസമയത്ത് പഠിച്ചോട്ടെ, കണ്ടുപിടുത്തം നടന്നോട്ടെ, എന്നാൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ, അള്ളാഹിന്റെ കഴിവിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതായ ഈ ഭൂമി, ഈ ആകാശം, ഈ ചന്ദ്രൻ, ഈ നക്ഷത്രം, അതിനെക്കുറിച്ചൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. വശംസു തജ്രി, സൂര്യൻ ചലിക്കുന്നുണ്ട്, അത് അല്ലാഹു നിർണയിച്ചതായ അതിന്റെ ഭ്രമണപഥത്തിൽ കൂടി ചലിക്കുന്നുണ്ട്, അതിലൊരു ചേഞ്ച് വരുന്നതല്ല. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, മാന്യനായ അഗ്രഗണ്യനായ കൽപ്പും കഴിവുള്ളവനായ അറിവുള്ളവനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ തീരുമാനമാണ്, തഖ്ദീറാണ്. അതനുസരിച്ചിട്ടാണ് ചലിക്കുക. അത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കും പോലെയല്ല. എന്നതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന സർവ്വസംഭവ വികാസം മക്ക ഇമാം പറഞ്ഞതുപോലെ ഭൂകമ്പം ഉണ്ടാകുന്നു. ആരും ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ, ആരും ഉദ്ദേശിച്ചിട്ടുണ്ടായതാണോ? ഒന്നുമല്ല. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായി, അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായി, അള്ളാഹു ഉദ്ദേശിച്ചവരെ ആ സമയത്ത് അപകടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിൽപ്പെടുത്തി, അള്ളാഹു ഉദ്ദേശിച്ചവരെ രക്ഷപ്പെടുത്തി. അള്ളാഹുവിന് അവന് പ്രത്യേക ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് ലോകം മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അവരെ പരിശോധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹത്വ സുന്ദരമായ റസൂലുള്ളാഹിന്റെ വാക്ക്, ആ അമാനുഷികത്വ കഴിവ് ലോകം കാണാൻ വേണ്ടി തന്നെ റസൂൽ 2400 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ചേഞ്ച് ആയിട്ട്, ഖുർആൻ സ്ഥാപിച്ചതിൽ നിന്ന് ചേഞ്ച് ആയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നതല്ല. സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ അള്ളാന്റെ തീരുമാനത്തിൽ കൂടിയല്ലാതെ ഇവിടെ ചലിക്കുന്നേ ഇല്ല, ചലിക്കാൻ സാധിക്കുന്നതുമല്ല. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ അഫലാ തസ്മഊൻ. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കാണുന്നതായ ഈ രാത്രിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഇരുട്ടാക്കി തീരുമാനിക്കുകയാണ്. ഇരുട്ടാണ് ഇവിടെ വെളിച്ചം വേണ്ട, സൂര്യൻ ഉദിക്കണ്ട എന്നുള്ള തീരുമാനിച്ചാൽ ആരുടോ ഏത് ദൈവമാണോ നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് മഹാനാണ്, ഏത് പണ്ഡിതനാണ്, ഏത് വലിയാണ്, ഏത് നബിയാണ്, ഏത് ബിംബമാണ്, ഏത് നേതൃത്വമാണ് അതിനെ നിങ്ങൾക്ക് പകലാക്കി തരാൻ സാധിക്കുക? നിങ്ങൾക്ക് കേൾവിയില്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് കാര്യം മനസ്സിലാക്കാനുള്ളതായ ബുദ്ധിയില്ലേ എന്നുള്ള ചോദിക്കുമ്പോൾ അള്ളാഹ് പിന്നെ ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഭൂമിയിൽ വെളിച്ചം മാത്രം, സൂര്യൻ മാത്രം, ആ സൂര്യൻ അസ്തമിക്കുകയില്ല, ഇരുൾ വരികയില്ല, വെറും പകൽ മാത്രം. അങ്ങനെയാണ് അള്ളാഹ് തീരുമാനിച്ചതെങ്കിൽ ഏത് ദൈവമാണ്, ഏത് നിങ്ങൾ പൂജിക്കുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാത്മാക്കളാണ്, സാലിഹ്യങ്ങളാണ്, ഔലിയാക്കന്മാരാണ്, നേതാക്കളാണ് നിങ്ങൾക്ക് പകലാക്കാൻ തീരുമാനിച്ചാൽ രാത്രിയിൽ കൊണ്ടുവരിക, രാത്രിയാക്കാൻ തീരുമാനിച്ചാൽ പകലിനെ കൊണ്ടുവരിക. അള്ളാഹ് ഇവിടെ രണ്ടാമത് പകലിനെ ചോദിച്ചപ്പോൾ അള്ളാഹ് പറയുകയാണ്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് കണ്ണില്ലേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ അത്ഭുതങ്ങൾ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അനുസരിച്ചല്ലാതെ ഒരു നിമിഷം മുന്തുകയോ ഒരു നിമിഷം പിന്തുകയോ സൂര്യ ഉദയത്തിലോ അസ്തമാനത്തിലോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് എല്ലാത്തിനും ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാം ഇവിടെ അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് അള്ളാഹ് തീരുമാനിച്ച കൃത്യമായ തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിലൂടെ ഇത്ര നിമിഷത്തിൽ, ഇത്ര സെക്കൻഡിൽ ഇന്ന നാട്ടിൽ ഗ്രഹണമുണ്ടാകും, ഇത്ര സമയത്ത് ഇന്ന നിമിഷത്തിൽ ഇന്ന നാട്ടിൽ സൂര്യഗ്രഹണം ഉണ്ടാകും, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. എങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് സാധിച്ചു? അള്ളാഹുവിന്റെ ആ കൗന്, അവന്റെ സൃഷ്ടിപ്പ് അത്രയും കൃത്യമാണ്. അതിൽ മുന്തലോ പിന്തലോ ഇല്ല, അതിൽ ചേഞ്ചോ ഇല്ല. അത് അള്ളാന്റെ തീരുമാനം അനുസരിച്ചിട്ട്. നിങ്ങൾ പറയുന്നത് അള്ളാന്റെ തീരുമാനത്തെ കുറിച്ചാണ്. നിങ്ങൾ പറയുന്നതായ ശാസ്ത്രത്തിന്റെ വിജ്ഞാനം, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഹഖീഖത്തിനോട് യോജിക്കുകയാണെങ്കിൽ ഇസ്ലാമിന് എതിരാവുന്നതേ അല്ല, ഖുർആനിന് വിപരീതമാകുന്നതേ അല്ല, റസൂൽ പറഞ്ഞതിന് എതിരാവുന്നതേ അല്ല. അതാണ് ഈ മതം. അള്ളാഹു ഇറക്കിയതായ മതമാണ്. ഈ ദൂതർ അള്ളാഹു ഇറക്കിയതായ ദൂതരാണ്. ഈ യാഥാർത്ഥ്യം അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത് എന്നതിലേക്കുള്ളതായ വലിയ തെളിവ് അതാണ് എന്നത് നാം മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളാണ് മദീന ഇമാമ് സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ വിശദീകരിച്ചതായ ഭാഗം. ഈ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനേക്കാളും മുമ്പിൽ പോകാനോ, ചന്ദ്രന് സൂര്യനേക്കാളും മുമ്പിൽ പോകാനോ, രാത്രി പകലിനേക്കാളും മുമ്പിൽ പോകാനോ, പകൽ രാത്രിയേക്കാളും മുമ്പിലോ പിന്നിലോ പോകാനോ സാധിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ദീർ ചെയ്തതാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അത് അല്ലാഹു നിർണയിച്ചതായ അതിന്റെ സമുദ്രത്തിൽ, ആ സമുദ്രത്തിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ചന്ദ്രന്റെ സമുദ്രം, സൂര്യന്റെ സമുദ്രം, അതുപോലെ തന്നെ നക്ഷത്രാദികളുടെ സമുദ്രങ്ങൾ, ആ സമുദ്രത്തിൽ അത് ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആൻ അലീമിൽ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രത്തിനെ ഇസ്ലാം അനുകൂലിക്കുന്നു, എതിർക്കുന്നില്ല. ഇസ്ലാം സ്ഥാപിക്കുന്നപ്പോൾ ഇസ്ലാമിനോട് യോജിച്ചു വന്നാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കാനാണ് സഹായിക്കേണ്ടത്. അത് സഹായിക്കും. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നതായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച മക്ക ഇമാം ഖുതുബയുടെ അവസാനത്തിൽ പറഞ്ഞ, മദീന ഇമാം ഖുതുബയുടെ അവസാനത്തിൽ പറഞ്ഞതായ ആ സിൽസാൽ, ഭൂകമ്പം, തൂഫാൻ, ഇതുപോലത്തൊക്കെ അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ആ തീരുമാനം അനുസരിച്ചിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഒരു വിഭാഗത്തിന് മഗ്ഫിറത്തായിരിക്കും, ഒരു വിഭാഗത്തിന് പാപമോചനമായിരിക്കും, ഒരു വിഭാഗത്തിന് സ്റ്റാൻഡേർഡ് ഉയരലായിരിക്കും, ഒരു വിഭാഗത്തിന് ഷഹാദത്തിന്റെ കൂലി കിട്ടാനുള്ളതായ മാധ്യമമായിരിക്കും, മറ്റൊരു വിഭാഗത്തിന് പരീക്ഷണമായിരിക്കും, മറ്റൊരു വിഭാഗത്തിന് ജീവിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് പാഠം പഠിക്കാനുള്ളതായ മാധ്യമമായിരിക്കും, പിന്നൊരു വിഭാഗത്തിന് പാഠം പഠിക്കാൻ ചാൻസ് കിട്ടിയിട്ടും
അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വെടിഞ്ഞ് സത്യത്തെ ഒഴിവാക്കി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ മറ്റൊരു മാർഗം. അപ്പോൾ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലരെ നന്നാക്കുന്നു, ചിലർ അതിലൂടെ വടക്കാവുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ വടക്കാവാ? അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ എന്നതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്ന ഈ സിൽസാലുകൾ, ഈ ഭൂകമ്പങ്ങൾ, ഈ തൂഫാനുകൾ, ഇങ്ങനെയുള്ളതായ അത്ഭുത സംഭവങ്ങൾ നടക്കുമ്പോൾ അതിലൂടെ ക്ഷമ കൈകൊണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഭാഗത്തിൽ നിന്നിട്ട് വരുന്നത് വരും. അതിൽ ഒന്നും കൈകടത്താൻ, ആർക്കും കൈകടത്താൻ നമുക്ക് സാധിക്കുന്നതല്ല എന്ന ആ വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ പാഠം ഉൾക്കൊള്ളുവാനും അവർക്ക് പഠനാർഹമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും അവർക്ക് അവരുടെ ഈമാനിനെ വളർത്തുവാനും സാധിക്കുന്നു. മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈമാനോടുകൂടി മരിച്ചതാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ സമാപനത്തിൽ നാം പറഞ്ഞതുപോലെ ശുഹദാക്കളുടെ ഇനങ്ങൾ ഞാൻ പറഞ്ഞു. മക്ക ഇമാമോ മദീന ഇമാമോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ ഇന്നും മദീന ഇമാമ് ശുഹദാക്കളെ കുറിച്ച് എണ്ണുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്ലേഗ് രോഗം പിടിച്ചവര് ഷഹീദാണ്. അതുപോലെ തന്നെ ഛർദിയും വയറ്റിനുപോക്ക് പോലത്തതായ മബുത്തൂന് പള്ളക്ക് പിടിപെടുന്നതായ രോഗം പിടിപെട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നവരുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പള്ളക്ക് പിടിപെടുന്നതായ രോഗം പിടിപെട്ടുകൊണ്ട് മരിക്കുന്നവര് സത്യവിശ്വാസികളാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന അറക്കുന്ന വിഭാഗമാണ് അങ്ങനെ അപകടത്തിൽപ്പെടുന്നതെങ്കിൽ അവർക്ക് പരലോകത്തിൽ ശുഹദാക്കളുടെ കൂലി കിട്ടും. അതുപോലെ തന്നെ തീപിടുത്തത്തിൽ പെട്ടുകൊണ്ട് മരിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ രൂപത്തിലുള്ളവർ മരിക്കുകയാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അതുപോലെ തന്നെ മുങ്ങി മരിക്കുകയാണെങ്കിലും അവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. ഇതൊക്കെ പരലോക ഷഹീദാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന സന്ദർഭത്തിൽ കുട്ടിയോടുകൂടി ആ ഗർഭം കാരണത്താൽ മരിക്കേണ്ടി വന്നാൽ അവൾക്കും ഷഹീദിന്റെ കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ ഹദീസിന്റെ ഭാഗമാണ്. ഇതെല്ലാം നാം പറയുമ്പോൾ അക്കൂട്ടത്തിൽ യഥാർത്ഥ ഷഹീദ് അത് പോർക്കളത്തിൽ വെച്ചിട്ട് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനമാകുന്ന തൗഹീദിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനക്കെടുന്ന സന്ദർഭത്തിൽ അതിന് വലങ്ങ് തടിയായി നിൽക്കുന്നതായ വിഭാഗത്തിന്റെ മുമ്പിൽ നെഞ്ചുകാട്ടി, കഴുത്തുകാട്ടി, ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ട് മരിക്കുന്നതായ ആ മഹാത്മാക്കളാകുന്ന ശുഹദാക്കൾ അവർ പരലോക ഷഹീദും ഇഹലോക ഷഹീദുമാണ്. അവര് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ശുഹദാക്കളുടെ ഇനത്തിൽ പെടാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ മദീന ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ മക്ക ഇമാം പറഞ്ഞിട്ടുണ്ട്. നമുക്കതെല്ലാം പറയാനുള്ള സമയമില്ല. മെയിൻ തത്വങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നടത്തി. അതനുസരിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ലഭിച്ചു കൂട്ടട്ടെ. മരണപ്പെട്ടവരിൽ നിന്നിട്ട് മരണം കാണുമ്പോൾ അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി, മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതായ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മൾ നിട്ടുള്ള രോഗികളുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പ്രയാസമുണ്ട് പ്രയാസത്തെ അള്ളാഹു അകറ്റട്ടെ. ദുആ കൊണ്ട് ഈ മദീനയിൽ വെച്ചിട്ട് ദുആർക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവർക്കെല്ലാം അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം, അഥവാ മദീനയിലേക്ക് മക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.